ആമേൻ. അടുത്തായിട്ട് നമുക്ക് ദൈവദിനം ശ്രമിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ പാസ്റ്റർ രഞ്ജിൻ പാസ്റ്റർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നതിലേക്ക്. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒക്ലഹോമ പ്രയറിലുള്ള ബന്ധത്തിലും സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ഈ പ്രയർ ലൈനിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന കുടുംബം, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ മാസത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിന്റെ തിരുശബ്ദവുമായിട്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരിക്കൽ കൂടെ അവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഒക്ലഹോമ പ്രയർ ലൈനിനോടുള്ള ബന്ധത്തിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ സംസാരിച്ചത് ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ്. കഴിഞ്ഞ മാസം ഇതേ സമയത്ത് ഞാൻ സംസാരിച്ചത് ദൈവമഹത്വം നമ്മുടെ ഇടയിൽ നിന്ന് പൊയ്പോയോ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവൻ എങ്ങനെയായിരിക്കും, അവന്റെ സാക്ഷ്യം എന്തായിരിക്കും, അവന്റെ ജീവിത ശൈലി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടാൻ പോകുന്നത്. അതിനാധാരമായി 23 സങ്കീർത്തനം അതിന്റെ 4 വാക്യമാണ് വായിക്കുന്നത്. സാംസ് 23 വേഴ്സ് 4. 23 സങ്കീർത്തനം അതിന്റെ 4 വാക്യം. 23 സങ്കീർത്തനം 4 വാക്യം ഇങ്ങനെ വായിക്കുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കാം. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ് 23 സങ്കീർത്തനം അതിന്റെ 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് ആവേശം തരുന്ന പാട്ടുകളാണ്. അതൊക്കെ നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സങ്കീർത്തനമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. അവൻ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഇതിനേക്കാൾ നമ്മൾക്ക് ബലം തരുന്ന, ശക്തി പകരുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്യം വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഭൂമിയിൽ നിനക്കും എനിക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. എന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് ഈ ലോകത്ത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. സങ്കീർത്തനം നമുക്കറിയാം, 1 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഇടയനോട് ഒരുമിച്ചുള്ള ആടുകളുടെ ഒരു യാത്രയേക്കാണ് കാണിക്കുന്നത്. 1 സങ്കീർത്തനം മുതൽ 180 സങ്കീർത്തനം വരെ നമ്മൾ വായിക്കുമ്പോൾ ഇടയനോട് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. 1 സങ്കീർത്തനം തുടങ്ങുമ്പോൾ ആ യാത്രയിൽ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് 1 സങ്കീർത്തനത്തിൽ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഈ യാത്രയിൽ ഇടയനോടൊപ്പമാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നാം ആയിരിക്കുന്നതെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നോക്കിയിട്ട് ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ തലമുറയുമായിട്ടൊക്കെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ചില ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കും. നിങ്ങൾ യാത്രയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ ഇടയനോടൊപ്പമുള്ള ആടുകളുടെ യാത്ര ആരംഭിക്കുമ്പോൾ ഇടയൻ ആടുകളോട് പറയുകയാണ്, ചിലയിടത്ത് നടക്കരുത്, ചിലയിടത്ത് നിൽക്കരുത്, ചിലയിടത്ത് ഇരിക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഈ യാത്ര. അങ്ങനെയുള്ളവർ അനുഗ്രഹത്തിലേക്കാണ് ഈ യാത്ര. ഇടയനോടൊപ്പമുള്ള യാത്ര മനോഹരമായിരിക്കും, വളരെ സന്തോഷപ്രദകരമായിരിക്കും. അപ്പൊ എന്താണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ ശബ്ദത്തിൽ, ഇടയന്റെ ശബ്ദത്തിൽ, ഇടയന്റെ കൽപ്പനയിൽ സന്തോഷിക്കണം. അതിനനുസരിച്ച് മുൻപോട്ടുള്ള യാത്രയെ ക്രമീകരിക്കണം. അതാണ് രാപ്പകൽ 24 hours 365 ദിവസവും ഈ യാത്രയിലേക്ക്, നമ്മുടെ ജീവിത അവസാനം വരെയുള്ള ഈ യാത്രയിലേക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെയുള്ള ഈ യാത്രയിൽ ഇടയനോടൊപ്പം ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ദൈവമൈതൽ എന്തായിരിക്കണം? ദൈവത്തിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഈ മുൻപോട്ട് യാത്ര ചെയ്യണം. ഈ കൽപ്പനയിൽ ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള ബോധ്യമുണ്ട്. അതിനനുസരിച്ച് തെറ്റിലേക്ക് പോകാതെ
ഇടയന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയനോട് ചേർന്ന് നടക്കുന്ന ആ യാത്രയിൽ ആരൊക്കെ ആയിരിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്കാണ് പോകുന്നത് എന്നാണ് 1-ാം സങ്കീർത്തനത്തിൽ ആരംഭത്തിൽ പറയുന്നത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ ആ ഇടയനോടൊപ്പമുള്ള യാത്രയിൽ, ഇടയന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന, ഇടയനെ കൊണ്ടുള്ള യാത്രയിൽ ഞാൻ അവനെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് ഈ യാത്രയിൽ ആ ആട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനാണ് എന്നെ നയിക്കുന്നത്, അവൻ എന്റെ ഇടയനാണ്, ഞാൻ അവന്റെ പുറകെ ഇങ്ങനെ പോകുകയാണ്. അപ്പൊ അങ്ങനെ ഇടയനെ മുൻപിൽ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ആട് പറയുകയാണ്, എനിക്കൊന്നിനും ഒരു മുട്ടുമില്ല, എല്ലാം ഈ ഇടയന്റെ കൂടെയുള്ള യാത്രയിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ കരുതി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന ശേഷം യേശു കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? അവരപ്പോൾ ഒരുമിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടുമില്ലായിരുന്നു. എന്താ കാര്യം? അവർ വലിയ ധനവാന്മാരായതുകൊണ്ടല്ല, യേശുവിന്റെ പുറകെ പോയതുകൊണ്ട് ഒത്തിരി ആ ഭൗതികമായ സമ്പത്ത് ലഭിച്ചതുകൊണ്ടല്ല അവർ ചാടിക്കേറിയ ഒരു ഉത്തരം പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടുമില്ലെന്ന് പറഞ്ഞത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, നീയാണ് ഞങ്ങളുടെ സമ്പത്ത്, നീ ഉള്ളപ്പോൾ നിന്നെക്കാൾ വലുതായി ഞങ്ങൾ ഒന്നും കാണുന്നില്ല. നിന്നെ കിട്ടിയെങ്കിൽ, നിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിനപ്പുറമായി ഒരു അനുഗ്രഹം ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഭക്ഷണമില്ലാതെ ഞങ്ങൾ നിന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇടയനോടൊപ്പമുള്ള ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ളവന്റെ സാക്ഷ്യം അതാണ്. നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു നന്മ ഈ ഭൂമിയിൽ ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എനിക്ക് വിശ്രമത്തിന് മുട്ടില്ല, കാരണം നീ എന്നെ പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തുന്നു. എനിക്ക് സൗഖ്യത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം എന്റെ പ്രാണനെ നീ എപ്പോഴും തണുപ്പിക്കുന്നു. എനിക്ക് മുൻപോട്ട് എങ്ങനെ പോകണമെന്നുള്ള ആ ബുദ്ധിമുട്ട് എനിക്കില്ല, കാരണം നീ തിരുനാമ നിമിത്തം നീതിപാതകളിൽ നീ എന്നെ നടത്തുന്നു. ആരും എന്റെ കൂടെ ഇല്ല എന്നുള്ള ഒരു ഭയമോ നിരാശയോ എനിക്കില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്ക് ആശ്വസിക്കേണ്ട സമയം വരുമ്പോൾ എനിക്ക് അതിനൊരു പ്രയാസമില്ല, കാരണം നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, കാരണം നീ എന്നെ വെള്ളത്തിന് അരികത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല, നീ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവനാണ്. എനിക്ക് സന്തോഷത്തിന് ഒരു പ്രയാസവുമില്ല, നിന്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന് കാരണം എന്നറിയാമോ? നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എനിക്ക് ജീവിതത്തിൽ നിന്റെ കൂടെയുള്ള യാത്രയിൽ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യമെന്താ? എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ഒക്കെ എന്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരുകയാ. നിന്നെ പിന്തുടരുന്ന എനിക്ക് എന്നെ പിന്തുടരാൻ നന്മയുണ്ട്, കരുണയുണ്ട്. ഞാൻ നന്മയുടെയും കരുണയുടെയും പുറകെ പോകേണ്ട കാര്യം എനിക്കില്ല. ഞാൻ നിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്റെ പാനപാത്രങ്ങളെല്ലാം നിറഞ്ഞു കവിയുകയാ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുകയാ. നിത്യതയെക്കുറിച്ചും എനിക്ക് ഭാരമില്ല. കാര്യമെന്താണ്? ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ യാത്ര നിന്നോടൊപ്പമാണെങ്കിൽ എനിക്കൊരു തോൽവിയില്ല, എനിക്ക് ഇവിടെ അവസാനിക്കുമെന്നുള്ള ചിന്തയില്ല. എനിക്കൊരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ ഒരു യാത്രയിൽ 23-ാം സങ്കീർത്തനത്തിൽ ഇടയനെ കുറിച്ച്, അവനിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികളെ കുറിച്ച്, എന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സാക്ഷ്യമാണ് 23-ാം സങ്കീർത്തനത്തിലെ സാക്ഷ്യങ്ങൾ. പിശാചിന് ഏറ്റവും ഭയമുള്ള, ഇഷ്ടമില്ലാത്തൊരു സങ്കീർത്തനമുണ്ട്, 51-ാം സങ്കീർത്തനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇടയനോടൊപ്പമുള്ള യാത്രയിൽ ഒന്ന് തെറ്റിപ്പോയി, അവനെ വിട്ടൊന്ന് മാറിപ്പോയി. സങ്കീർത്തനക്കാരൻ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അവന് ബോധ്യമായി, ഞാൻ പാപം ചെയ്തു, ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. ഉടൻ അവൻ ആ ബോധ്യം അവന് വന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എന്റെ മുൻപിൽ ഇരിക്കുന്നു, നിന്നോട് ഞാൻ പാപം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ശ്രദ്ധിക്കണം. ഇടരിൽ നിന്ന്, നടത്തുന്നവനിൽ നിന്ന്, ആ സാന്നിധ്യത്തിൽ നിന്ന് സ്വല്പം ഒന്ന് മാറിപ്പോയപ്പോൾ പെട്ടെന്നത് ബോധ്യമായി, ഇത് പിശാചിന് ഇഷ്ടമല്ല. പിശാചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്താലൊന്നും കുഴപ്പമില്ല. ഈ നമ്മളിപ്പോ ലോകത്തിനനുസരിച്ചൊക്കെ പോകണ്ടായോ, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പിശാച് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടണ്ടായോ? ഇപ്പൊ അമേരിക്ക വന്നില്ലേ, അമേരിക്ക വരുമ്പോഴത്തേക്ക് ഇച്ചിരിയൊക്കെ നമുക്ക് ലഘൂകരിക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നൊരു പിശാചിനെ നമുക്കറിയാം. എന്നാൽ എവിടെയെങ്കിലും വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തോട് ഞാൻ പാപം ചെയ്തു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എന്റെ മുൻപിലിരിക്കുന്നു,
എന്ന ബോധം വരുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ബോധ്യം വരുന്നവൻ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ, യഹോവേ എന്റെ ദൈവമേ, നീ എന്നെ കഴുകണമേ, നീ എന്നെ ഒന്ന് കഴുകണമേ, ഞാൻ പാപിയായി മാറി, എന്നിൽ അഴുക്ക് വന്നു, നീ എന്നെ ഒന്ന് കഴുകണമേ, എന്റെ ലംഘനങ്ങളെ ഒന്ന് മായിച്ചു കളയണമേ, നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി അല്ലെങ്കിൽ തിരികെ തരണമേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണെന്ന് അറിയാമോ 51-ാം സങ്കീർത്തനം. നമുക്കിഷ്ടമല്ല, കാരണം നമ്മുടെ പാപങ്ങളെ നാം അറിയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, നമ്മുടെ ലംഘനങ്ങളെ തിരിച്ചറിയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം പിശാച് അതിനൊരിക്കലും നമ്മളെ അനുവദിക്കത്തില്ല. അത് സാരമില്ല, നിസാരവൽക്കരിക്കുന്ന ഒരു പിശാചിന്റെ തന്ത്രമുണ്ടല്ലോ ദൈവത്തില്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആള് വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറുകയാ, ആ യാത്രയിൽ കയറുകയാണ്. എന്നെ കഴുകുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു പ്രവാചകന് വന്ന് തലയിൽ കൈവച്ച് പറയേണ്ട കാര്യമില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ നമ്മളിലുണ്ടോ എന്ന്. നാം പാപം ചെയ്തോ ഇല്ലയോ, ലംഘനങ്ങൾ വെളിപ്പെട്ടോ ഇല്ലയോ എന്ന് ഒരു പ്രവാചകൻ വന്ന് തലയിൽ കൈവച്ച് പറയേണ്ട കാര്യമില്ല. ആത്മാവിൽ നടത്തപ്പെടുന്നവൻ, ദൈവവചനത്തിൽ നടത്തപ്പെടുന്നവൻ, വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ കാണുവാനുള്ള കണ്ണാടിയാക്കി മാറ്റുന്നവൻ, ആ വചനം കഴുകാൻ ഉപയോഗിക്കുന്നവനായി മാറണം. സ്വയം തിരിച്ചറിവുള്ളവനായി സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എന്റെ മുൻപിലിരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് കർത്താവേ നീ എന്നെ കഴുകണമേ, എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. കർത്താവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തിരിച്ചറിവ് ഉള്ളവനെ കർത്താവിന് ഭയങ്കര സ്നേഹമാണ്. അവന്റെ മേലാണ് തമ്പുരാന്റെ അഭിഷേകം വീടുന്നത്. അവനെയാണ് തമ്പുരാൻ ചിലതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. അവനെയാണ് ചേർത്ത് നിർത്തി കൂടെ നടത്തുന്നത്. അവന്റെ കൂടെയാണ് അവന്റെ കഷ്ടകാലത്ത് ഏറ്റവും അടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് അവസാന സമയത്ത് ശിഷ്യന്മാരെ എല്ലാം അരികെ വിളിച്ചു യേശു കർത്താവ് ശിഷ്യന്മാരുടെ എല്ലാം കാൽ കഴുകി. അങ്ങനെ കാൽ കഴുകി വരുമ്പോൾ പത്രോസ് പറയുകയാണ്, പത്രോസിന്റെ കാൽ കഴുകാൻ വന്നപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്റെ കാൽ കഴുകണ്ട, നീ എന്റെ കാൽ കഴുകണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ പത്രോസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ല എങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, എത്ര വലിയ അത്ഭുതങ്ങൾ നീ ചെയ്താലും, നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിന്റെ കൂടെ നടന്ന് അധികാരങ്ങൾ ഒത്തിരി പ്രാപിച്ചാലും, നീ വചനത്താൽ യേശുവിന്റെ ശബ്ദത്താൽ കഴുകൽ പ്രാപിക്കുന്നില്ലെങ്കിൽ, നിന്റെ കുറവുകളെ കുറിച്ച് ഓർത്ത് നീ തിരിഞ്ഞ ഒരു മനസ്സന്തര അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, അവന്റെ വചനപ്രകാരം ഒരു ശുദ്ധീകരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, അവിടെ വെച്ച് നീയും ദൈവവുമായുള്ള ബന്ധം കട്ടാകുകയാണ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ ഇപ്പോൾ മുതൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ ബന്ധത്തിന്റെ, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്നലെ ചെയ്ത അത്ഭുതങ്ങളുടെ കണക്കല്ല, ഇന്നലെ ദൈവം ചെയ്ത ആ ഉപകാരങ്ങളുടെ സാക്ഷ്യമല്ല, പിന്നെയോ ഞാനും നീയും ദൈവവചനത്താൽ ഇപ്പോൾ കഴുകൽ പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ദൈവവചനത്താൽ എപ്പോഴും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള യാത്രയാണ് എന്ന് പറഞ്ഞാൽ, നോക്കിയാട്ട് ഇടയൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇടയന്റെ കൂടെ സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്ന അനുഭവങ്ങളിൽ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നത് ആ ഇടയനോടുകൂടെ ചേർന്ന് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവം 150-ാം സങ്കീർത്തനം വരെ. 150-ാം സങ്കീർത്തനത്തിൽ ഒരു ആരാധനയോടുകൂടെയാണ് അവിടെ അവസാനിക്കുന്നത്. തപ്പുകളോടും കിന്നരങ്ങളോടും അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടും കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന, യഹോവയെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിൽ ആ യാത്ര അവസാനിക്കുകയാണ്. അതാണ് സങ്കീർത്തനങ്ങൾ 1 മുതൽ 150 വരെ. ഞാൻ സങ്കീർത്തനത്തെ കുറിച്ച് പറയാനല്ല ഈ മെസ്സേജ് എടുത്തത്, ദൈവാത്മാവ് തന്നത്. ശ്രദ്ധിക്കുക, ഇതിലെ 23-ാം സങ്കീർത്തനത്തിനകത്തെ 4-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 4-ാം വാക്യം ഇങ്ങനെയാണ്, കൂരിരുൾ താഴ്വരിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ ഒരു വാക്കാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന് പറയാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്ക്. ദൈവശക്തി പ്രാപിച്ച ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം എന്താ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരോട് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഈ ഒരു വാക്ക് പറയാൻ നമുക്ക് തന്റെ ഇടമുണ്ടോ?
ഈ വാക്ക് പറയുവാൻ, ആരുടെ മുൻപിലും ഈ വാക്ക് പറയാൻ, രോഗം വരുമ്പോൾ ഈ വാക്ക് പറയാൻ, ഒറ്റപ്പെടുത്തുമ്പോൾ ഈ വാക്ക് പറയാൻ, പ്രതികൂലങ്ങളുടെ കടന്നു പോകുമ്പോൾ ഈ വാക്ക് പറയാൻ, വല്ലാത്ത പ്രശ്നങ്ങൾ നാല് ഭാഗത്തൂടെയും നിന്നെ വന്ന് മൂടുമ്പോൾ അതിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ വാക്ക് പറയാൻ. ദൈവമക്കളെ, നമുക്ക് തന്റെ ഇടമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നേക്കാൾ ഭാഗ്യവാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഒരുപക്ഷെ നിനക്ക് വീടില്ലായിരിക്കാം, വലിയ വാഹനമില്ലായിരിക്കാം, ഭൗതികമായ ഒത്തിരി നന്മയില്ലായിരിക്കാം. എന്നാൽ ഈ ഒരു വാക്ക് നിന്റെ നാവിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല. അതിന് കാരണം എന്റെ ദൈവം എന്നെ വിട്ടുപോയിട്ടില്ല, എന്റെ ദൈവം ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ, നിന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവൻ, അഭിഷേകമുള്ളവൻ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ, ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നവൻ വേറെയില്ല. ആ സാക്ഷ്യമാണ് മറ്റു സാക്ഷ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്, സാക്ഷികളെ വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഒരുത്തൻ പറയാണ്, ഇടയൻ ആട് പറയാണ്, ഇടയനെ കുറിച്ച് പറയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. ഞാൻ 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അവിടെ എടുത്തിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ഭൂമി മാറും കേട്ടോ, ഭൂമി മാറും, നീ നിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ മാറിപ്പോകും, നിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നെ വിട്ടു മാറിപ്പോകും, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ പോലും മാറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. എന്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഭൂമി മാറും, പർവ്വതങ്ങൾ കുലുങ്ങും. ഭൂമി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൂമി ആടുമ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങും. നീ ഒരിക്കലും നിന്നെ വിട്ടുപോകപ്പില്ല, നിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരൊക്കെ കുലുങ്ങും. വിഷയങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ കുലുങ്ങും. കുലുങ്ങി സമുദ്രമധ്യേ വീഴും. സമുദ്രത്തിനകത്തേക്ക് വീഴുമ്പോൾ ശാന്തമായി കിടന്ന അന്തരീക്ഷങ്ങൾ മാറും, അതിനെ വെള്ളം ഇരച്ചു കലങ്ങും. അതിന്റെ കോപങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടില്ല. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവന്റെ സാക്ഷ്യം ഇതാണ്, ഭയപ്പെടില്ല. ജീവിത അനുഭവങ്ങളിലൂടെ അവൻ വെളിപ്പെടുത്തുന്ന സാക്ഷ്യം ഇതാണ്, ഏത് പ്രശ്നങ്ങളിലൂടെ പോയാലും ഭയപ്പെടില്ല. എന്നാൽ ഈ കാലകാലത്ത് നമ്മൾ നമ്മളെ ശോധന ചെയ്യണം. ചെറിയ നിസാരമായ വിഷയങ്ങൾക്ക് പോലും നമ്മൾ ഭയപ്പെടുകയല്ലേ, നിരാശപ്പെടുകയല്ലേ, തകർന്നു പോകുകയല്ലേ, തളർന്നു പോകുകയല്ലേ? എന്താ കാരണം? ഈ ഒരു ബോധ്യം നമുക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് തമ്പുരാൻ പറയുന്ന ഒരു 14-18 തമ്പുരാൻ പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. തന്റെ കൂടെ നടന്നവരോട്, താൻ തെരഞ്ഞെടുത്ത തന്റെ കൂടെ നടന്നവരോട്, തന്നെ വിട്ടുപോയ യൂദയോടല്ല, ഇപ്പോഴും തന്റെ കൂടെ നിൽക്കുന്ന ബാക്കി 11 പേരോട് പറയാണ്, ഇല്ല, ഞാനിപ്പോ പോവുക, പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഇന്ന് രാത്രിയിലും പകലുമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഒരു ദൂതൻ നിന്റെ ചെവിയിൽ വെളിപ്പെടുന്നുണ്ടോ? വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ വെളിപ്പെടുമ്പോൾ, പ്രശ്നങ്ങൾ വെളിപ്പെടുമ്പോൾ, എല്ലാവരും അകന്നു മാറിപ്പോകുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, കോവിഡ് ബാധിക്കുമ്പോൾ, നിന്റെ ഭാര്യയ്ക്ക് പോലും നിന്റെ അടുക്കൽ വരാൻ കഴിയാതെ വണ്ണം നീ ഒരു മുറിക്കകത്തേക്ക് ഒതുക്കപ്പെടുമ്പോൾ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ദൂതം നിന്റെ ചെവിയിൽ വെളിപ്പെടുന്നുണ്ടോ? ആ സാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ടോ? നിനക്ക് പറയാൻ കഴിയുമോ, ഞാൻ ഭയപ്പെടില്ല, അവൻ എന്നോട് കൂടെയുണ്ട്? ഇത് ആരോ എഴുതി വെച്ച പുസ്തകത്തിനകത്തുനിന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കുകയല്ല. കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ന്യൂമോണിയ ബാധിച്ച് എത്രയോ മാസങ്ങൾ ഞാൻ അകത്തെ മുറിയിൽ ഒളിച്ചിരിക്കേണ്ടതായിട്ട് വന്നു. കോവിഡ് ടെസ്റ്റ് 2 നടത്തി, അടുത്താരും വരാത്ത രീതിയിൽ അകത്തെ മുറിയിൽ ഒതുക്കപ്പെട്ടു. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സമയത്ത് ആരും എന്റെ അടുക്കൽ വരാതിരുന്നപ്പോഴൊക്കെ എന്റെ ചേർന്നിരുന്ന, എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന, എന്നെ ബലപ്പെടുത്തിയ, എന്നെ ശക്തിപ്പെടുത്തിയ അവന്റെ ശുശ്രൂഷ അതിനേക്കാൾ കഴിഞ്ഞ കാലത്തേക്കാൾ ശക്തമായി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനെ രുചിച്ചറിഞ്ഞു, അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു, അവന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞു. അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. മരിച്ചു പോയാലും വിഷയമല്ല, അവൻ എന്നോട് കൂടെ ഉണ്ട്. ലോകത്താരൊക്കെ മാറിപ്പോയാലും എനിക്ക് വിഷയമല്ല, കാരണം അവന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട്. എന്റെ ചെവിയിൽ അവന്റെ ശബ്ദമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ലോകത്ത് മറ്റെന്നും നേടിയില്ലെങ്കിലും എനിക്ക് ആ സാന്നിധ്യം മതി.
ഇവിടെ ഇടയൻ പറയുകയാണ്, ആട് പറയുകയാണ്, ഞാൻ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. അവനെന്റെ സങ്കേതമാണ്, അവനെന്റെ ബലമാണ്, അവനെന്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടില്ല. പെന്തക്കോസ്ത് അതാണ്. പെന്തക്കോസ്ത് അതായിരിക്കണം. അതേതെങ്കിലും സംഘടനയല്ല. സംഘടനകളൊക്കെ തകർന്നുപോയി, അഭിഷേകം നഷ്ടപ്പെട്ട കൂട്ടമായി മാറി സംഘടനകൾ. പെന്തക്കോസ്ത് സംഘടനകളല്ല. പെന്തക്കോസ്ത് ആൻ ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുകുന്ന അനുഭവമുള്ളവരാണ്, ഭയമില്ലാത്തവരാണ്, ധൈര്യമുള്ളവരാണ്, ദൈവശക്തി വെളിപ്പെടുത്തുന്നവരാണ്, ദൈവകൃപയാൽ നടക്കുന്നവരാണ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ആത്മാവുള്ളവരാണ് പെന്തക്കോസ്തുകാർ. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഞാനൊരു പെന്തക്കോസ്തുകാരനായി 25 വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നത് ഞാൻ ഇപ്പോഴും ആനന്ദിക്കുകയാണ്. കുറഞ്ഞിട്ടില്ല. അത് പാനപാത്രം കവിഞ്ഞൊഴുകുക, നിറഞ്ഞു കവിയുക, ആ പാനപാത്രം നിറഞ്ഞു കവിയുക, ആ അഭിഷേക ശക്തി നിറഞ്ഞു കവിയുക, അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതനുഭവിക്കുന്ന ചുരുക്കം ചിലരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ആത്മനിയോഗത്താൽ ദൂതേറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ശിമ്യോനും, ആലയം വിട്ടുപിരിയാതെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഹല്ലേലൂയ ജീവിതം ആരംഭിച്ച 105 വയസ്സിലും ഹല്ലേലൂയ അതേ പിളപ്പിൽ നിൽക്കുന്ന ആ പാവം പിടിച്ച മാതാവ് അന്നയും, അവരെ പോലെയുള്ളവരുടെ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ഭയപ്പെടില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നമുക്ക് പറയാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? ഏത് പ്രതിസന്ധിയിലും ഞാൻ ഭയപ്പെടില്ല, ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഭയപ്പെടില്ല. കാരണം ദൈവം എന്നോടുകൂടെ ഇരിക്കുന്നു. അത് തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത് ദൈവം എന്നോടുകൂടെ ഉണ്ട്. വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടോ? അത് നീ കേൾക്കുന്ന ഏത് പ്രസംഗകനായാലും വിഷയമല്ല, ഏത് സാധാരണക്കാരനായാലും വിഷയമല്ല. അവന്റെ വായിലൂടെ വരുന്ന വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിക്ക്. നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സഹോദരി പാവം പിടിച്ചവളായിരിക്കാം. അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുന്ന ഒരു വാക്ക് നിന്നോടുള്ള ദൈവശബ്ദമായി മാറിയേക്കാം. ഇല്ല, ശ്രദ്ധിക്ക്. ഒരുമിച്ച് കൂടി വരുമ്പോൾ അതിൽ പാടുന്ന പാട്ട് ആരോ തെരഞ്ഞെടുത്ത പാട്ടായിരിക്കാം. ആ പാട്ടിലെ ഭക്തന്മാർ എഴുതിയ ഒരു വരി നീ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നീ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിനുള്ള മറുപടിയായിരിക്കാം. ഇതെല്ലാം എന്റെ ഉറപ്പാണ്, ദൈവം എന്നോടുകൂടെയുണ്ട്. എത്ര പേർക്ക് ഈ തിരിച്ചറിവുണ്ട്? ഇന്ന് രാത്രി സ്വയം ഒന്ന് ശോധന ചെയ്യ്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്നേക്കാൾ ഭാഗ്യവനായി വേറെ ആരുമില്ല. നമുക്കറിയാം യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ, ആ യോഹന്നാനെ ചെയ്യാവുന്നതെല്ലാ ക്രൂരതയും ഡൊമിഷൻ ചെയ്തു. തിളച്ച എണ്ണക്കകത്തിട്ട് വറുത്തു കോരാൻ നോക്കി. തകർന്നു പോയില്ല കേട്ടോ, തകർന്നു പോയില്ല. അവന് മനസ്സിലായി തിളച്ച എണ്ണക്കകത്ത് പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന യോഹന്നാനെ കണ്ട് നാണിച്ച ഡൊമിഷൻ ചക്രവർത്തി എന്ത് ചെയ്യുന്നറിയാമോ? അവസാനത്തെ കൈ ഒറ്റപ്പെടുത്തുക. ആരും പോകാൻ കഴിയാത്ത, ആർക്കും പോകാൻ കഴിയാത്ത, മടങ്ങി വരാൻ കഴിയാത്ത ആ പത്മോസിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. ഒറ്റപ്പെട്ടു. അവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ബോധ്യമാണ്, അവിടെ പോയിട്ടുള്ളവരാരും മടങ്ങി വന്നിട്ടില്ല. ഡൊമിഷൻ അവനെ വലിച്ചെറിയുമ്പോൾ അവന്റെ ചിന്ത ഏതാണ്? ഒരു മാനുഷികമായ സഹായവും ഇനി അവന് കിട്ടില്ല, ഒരു പ്രാർത്ഥനക്കാരും അവന്റെ കൂട്ടായ്മയിൽ വരത്തില്ല. പലപ്പോഴും പിശാച് ചെയ്യുന്ന ഇത് തന്നെ കേട്ടോ. എന്നോടും പിശാച് ചെല്ലിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനി അവന്റെ അടുക്കൽ ആരും പോകത്തില്ല ഒരു പ്രാർത്ഥനയ്ക്കും. അവനെ പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി അവനെ ആരും വിളിക്കില്ല പ്രസംഗിക്കാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അവരെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർ ഒറ്റപ്പെടുത്തുമ്പോഴാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ആ സന്ദർഭങ്ങളിലാണ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാനെ ആ ഡൊമിഷൻ ചക്രത്തിൽ വലിച്ചെറിയുമ്പോ അവൻ ചിന്തിച്ച ചിന്ത ഇതാണ്:
ഇനിയും ഒരു മാനുഷികമായ ഒരു സഹായവും ആരുടെയും സാന്നിധ്യം അവൻ ഉണ്ടാകത്തില്ല. അവൻ ഒറ്റപ്പെടും, അവിടെ കിടന്ന് നരകിക്കും. ഇല്ലേ അവൻ മടങ്ങി വരത്തില്ല. ആ ചിന്ത വളരെ കറക്റ്റാണ്. കാരണം അങ്ങോട്ട് ഇട്ടിട്ടുള്ളവരാരും പത്മോസിൽ നിന്ന് ആരും മടങ്ങി വന്നിട്ടില്ല. അവൻ അവിടെ കിടന്ന് മരിക്കും. എന്നാൽ എന്താ സംഭവിച്ചത് ദൈവമക്കളെ? എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ശ്രദ്ധിക്ക്. നീ അവന്റെ മാർവോട് ചാരിയിരുന്നവനാണെങ്കിൽ ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന് യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 18 വാക്യത്തിൽ നിന്നോ മാറോട് ചേർന്നിരുന്ന നിന്റെ ചെവിയിലേക്കാണ് ആ ശബ്ദം, ആ ഇടയന്റെ ശബ്ദം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വാക്കുമാറ്റുന്ന ദൈവമല്ല. ഭൂമി മാറിപ്പോയാലും ആകാശം മാറിയാലും അവന്റെ ശബ്ദത്തിന് മാറ്റമില്ല. നീ മാറിയാലും അവൻ മാറില്ല. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ആ ചിന്തകളെ തെറ്റിച്ചുകൊണ്ട്, തകിടം മറിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ കർത്താവ് അവന്റെ മുൻപിൽ ഇറങ്ങി വന്നെങ്കിൽ, യോഹന്നാനെ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് ഈ രാത്രികാലം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ദൈവ സാന്നിധ്യത്തെ തടയാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക്, ഒരു ഭരണാധികാരിക്ക്, ഒരു രോഗത്തിന്, ഒരു കോവിഡിന്, ഒരു കൊറോണയ്ക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, COVID-19 വന്നാൽ, കൊറോണ വന്നാൽ ആർക്കും അടുത്തു വരാൻ കഴിയത്തില്ല. നിനക്കാരുടെയും അടുക്കൽ പോകാൻ കഴിയത്തില്ല. ഒരു മുറിക്കകത്ത്, അടച്ചിട്ട മുറിക്കകത്ത് ആരുടെയും സാന്നിധ്യമില്ലാതെ നീ ഒറ്റപ്പെട്ടേക്കാം. എന്നാൽ ഭാരപ്പെടണ്ട. അതിന് കഴിയാത്ത ഒരു കാര്യമേ ഉള്ളൂ. മനുഷ്യരെ തടയാൻ കോവിഡിന് കഴിയും. എന്നാൽ ദൈവത്തെ നീ സേവിക്കുന്ന, കഴിഞ്ഞ നാളിൽ നിന്നോട് സംസാരിച്ച, നിന്നെ അനുഗ്രഹിച്ച, അത് ഇത്രത്തോളം തന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തടയാൻ കോവിഡിന് കഴിയില്ല. അത് അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ചെവിക്കകത്തേക്ക് നിന്റെ ഏറ്റവും അടുത്ത് നിന്നോട് സംസാരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ടല്ലോ, അതാണ് നിന്റെ ദൈവം. എന്താ ഒരു മാനുഷിക സഹായവും കിട്ടില്ലെന്നാണ് ഡൊമിഷ്യൻ വിചാരിച്ചത്. ശരിയാണ്. ഹാലലിയ കൂട്ടായ്മക്കാരോ പ്രാർത്ഥനക്കാരോ ആർക്കും ഹാലലിയ യോഹന്നാന്റെ അടുക്കൽ വരാൻ പറ്റില്ല. എന്നാൽ അവർക്കാർക്കും വരാൻ പറ്റാത്തയിടത്ത് നിന്റെ അടുക്കൽ വന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമുണ്ടല്ലോ, ആ സാന്നിധ്യത്തെ അറിയാൻ ഉലകത്തിലെ ഒരു ഭരണാധികാരിക്ക് കഴിയില്ല. 12 ശിഷ്യന്മാര് യേശു ക്രൂശിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോ 12 ശിഷ്യന്മാർ എന്താ അടച്ചിട്ട മുറിക്കകത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ മുറി തുറക്കാതെ, കതക് തുറക്കാതെ, വാതിൽ തുറക്കാതെ അകത്ത് വന്ന് സമാധാനം കൊടുത്തൊരു ദൈവത്തെ നമുക്കറിയാം. ആ ദൈവം ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ട്. നീ ഭാരപ്പെടണ്ട. ആർക്കും നിന്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിയത്തില്ലെങ്കിലും നിന്റെ അടുക്കൽ വരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ മടങ്ങി വരത്തില്ലെന്നല്ലേ പിശാചിന്റെ ചിന്ത. ഹാലലൂയ, നിന്നെ മടക്കി കൊണ്ടുവന്നില്ലേ? ആ സാന്നിധ്യമുള്ളവനെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ഇന്ന് രാത്രി സന്തോഷിച്ചോ. ദൈവ ശബ്ദത്തെ കേൾക്കുന്നവനെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ശരിയാണ്, യോഹന്നാന് മുൻപ് പത്മോസിൽ വീണിട്ടുള്ളവരാരും മടങ്ങി വന്നിട്ടില്ല. എന്നാൽ യോഹന്നാൻ മടങ്ങി വന്നു. അതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ്. എന്തായിരുന്നു പിശാചേ നിന്റെ ചിന്ത? ഡൊമിഷ്യന്റെ ചിന്ത, നീ അവിടെ അവസാനിക്കും. എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കഴിഞ്ഞ നാളുകളെക്കാൾ വലിയ ശുശ്രൂഷയുമായിട്ട് 7 സഭകൾക്കുള്ള ദൂതുമായിട്ട് പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന യോഹന്നാനെ കണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നീ ഒതുങ്ങിയിരിക്കുന്നത്, ശത്രു നിന്നെ ഒതുക്കിയത്, ഹല്ലേലൂയ, നീ അവസാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ഇല്ല, നീ മടങ്ങി വരുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിച്ച് നീ മടങ്ങി വരുന്നത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ അഭിഷേക നിറവോടുകൂടെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ചിലരെ നോക്കിയോട് ഞാൻ വിളിച്ചു പറയുകയാണ്. എനിക്കാരുമില്ലേ, എല്ലാം നഷ്ടപ്പെട്ടേ, അയ്യോ ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളേ. ഇതെല്ലാം അഭിഷേകമില്ലാത്തവന്റെ വാക്കാണ്. ഇതെല്ലാം ദൈവസാന്നിധ്യം ഇല്ലാത്തവന്റെ വാക്കാണ്. ആത്മഹത്യയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പിശാചിന് ചിന്തയുള്ളവനാണ്. എന്നാൽ ദൈവ സാന്നിധ്യമുള്ളവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ ശക്തി പ്രാപിച്ച് മടങ്ങി വരും, അഭിഷേകത്തോടെ മടങ്ങി വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, യോഹന്നാൻ മടങ്ങി വന്നു. എങ്ങനെയാ മടങ്ങി വന്നത്? ഹല്ലേലൂയ, 7 സഭകൾക്കുള്ള ദൂത്
യേശു ആരെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ കണ്ടത്, പുരുഷാരത്തിന്റെ നടുവിൽ അവൻ കണ്ടത്, ഹല്ലേലൂയ, അതേ മറിയുടെ മകനായ യേശുവിനെയാണ് അവൻ കണ്ടത്. അവൻ കണ്ടത് കാൽവരി ക്രൂശിൽ യാഗമായ യേശുവിനെയാണ് അവൻ കണ്ടത്. എന്നാൽ ഇപ്പോൾ കാണുന്നത് അവൻ അങ്ങനെയുള്ള യേശുവിനെ അല്ല കേട്ടോ. അങ്ങനെയുള്ള അറക്കാൻ പോയ കുഞ്ഞാടിനെ അല്ല അവൻ കണ്ടത്. പിന്നെയോ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, തലയും തലമുടിയും വെളുത്ത മഞ്ഞ് പോലെ ഹിമം പോലെ വെണ്മ, കണ്ണുകൾ അഗ്നിജ്വാലക്കൊത്തത്, കാൽ ചുട്ടുവെളുത്ത വെള്ളോന്റെ സദൃശ്യം. അവന്റെ നാവിലൂടെ ഇരുവായിട്ടുള്ള 7 വാളിനേക്കാളും മൂർച്ചുള്ള വാൾ പുറപ്പെടുന്നു. ഉദയസൂര്യൻ നട്ടുച്ചിക പ്രകാശിക്കുന്ന പ്രകാശമാനമായ മനുഷ്യപുത്രന്റെ കയ്യിൽ 7 നക്ഷത്രം. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല, അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയത്തില്ല. അങ്ങനെ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവനെ കാണണമെങ്കിൽ പത്മോസിൽ പോകണം. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരുണ്ട്? ഒരു പോറൽ പോലും ഇല്ലാതെ യോഹന്നാൻ മടങ്ങി വന്നു. എത്ര പേർക്ക് മനസ്സിലായി? ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവന്റെ വാക്കാണ്, ഒന്നിലും ഞാൻ ഭയപ്പെടില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യിരെമ്യാവ് എന്ന് പറയുന്ന കർത്താവിന്റെ ദൈവത്തിന്റെ പ്രവാചകനെ, കണ്ണുനീരിന്റെ പ്രവാചകനെ ലോകത്തെ ഒരു മനുഷ്യനും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പോക്കറ്റ് മണി കൊടുത്ത് ആളിലെ തീന്മേശയ്ക്കകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. എല്ലായിടത്തും ഏറായിരുന്നു, ഉപദ്രവമായിരുന്നു. എന്നാൽ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ നാവോട് കൂടെ ഇരിക്കും. അങ്ങനെയുള്ളവനെ ഇതാ ശത്രുക്കൾ പിടിച്ച് പൊട്ടക്കിണറ്റിനകത്തിട്ടപ്പോൾ ചിന്തിച്ചെന്താ, അവിടെ അവസാനിക്കും. എന്നാൽ രാജാവിന് മനസ്സിൽ തോന്നി, രാജാവ് ആളയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പോയ ആളുകൾ പഴം തുണി എടുത്ത് താഴോട്ട് ഇട്ടുകൊടുത്തു. ആദ്യം ഇട്ടുകൊടുത്തത് കയറല്ല, പഴംതുണി ഇട്ടുകൊടുത്തു. അതവന്റെ ശരീരത്തിൽ കെട്ടി. അതിനുശേഷം കയറിട്ട് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ഈ കയറ് മാത്രമാണ് ഇട്ടുകൊടുത്തതെങ്കിൽ കയറ് ശരീരത്തിൽ കെട്ടി മേളിലോട്ട് പിടിക്കുമ്പോൾ നിന്റെ ശരീരം ഒരയും മുറിയും. എന്നാൽ നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അവന്റെ സാന്നിധ്യമാണ് നീ അനുഭവിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏതെങ്കിലും ശാരീരികമായ ബന്ധങ്ങളിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യിരെമ്യാവിന്റെ ശരീരത്ത് അവൻ പുറത്തു വന്നപ്പോൾ, ആ കുഴിയിൽ നിന്ന്, ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോ ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ല കേട്ടോ. കാര്യമെന്താ? വലിച്ചു കയറ്റിയപ്പോൾ തുണി രഹത്ത് കെട്ടി, അതിന്മേൽ കയറ് കെട്ടിയാൽ വലിച്ചു കയറ്റിയത്. എന്താ കാര്യമെന്നറിയാമോ? നീ ദൈവത്തിന്റെ പ്രവാചകനാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണ്, തമ്പുരാനെ മുൻപിൽ നിർത്തി ജീവിതം നയിക്കുന്നവനാണ്. നീ നിന്റെ ശരീരത്തിൽ മുറിവുണ്ടാകാൻ പാടില്ല. ആ ഒരു പോറൽ പോലും ഇല്ലാതെ അവനെ വലിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കൂരിൽ താഴ്വരിൽ കൂടെ നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടരുത്. കാര്യം ദൈവം നിന്നോട് കൂടെ ഉണ്ട്. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം, പൗലോസിനെ യെരുശലേമിൽ കാരാഗ്രഹത്തിനകത്താക്കി. കാരാഗ്രഹത്തിനകത്ത് വീണ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? ഇനി പുറത്തിറങ്ങാൻ കഴിയുമോ? ആരും സഹായിക്കാനില്ല. പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. ജയിലിനകത്ത് വീണാലുള്ള സ്ഥിതി നമുക്ക് അറിയാമല്ലോ. ആ കാരാഗ്രഹത്തിൽ കിടക്കുകയാ. പുറത്താണെങ്കിൽ 40-ൽ പരം യഹൂദന്മാര് ഇവൻ പുറത്തിറങ്ങിയാൽ ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് ആഹാരം കഴിക്കാതെ ഇരിക്കുകയാ. വല്ലാത്ത പ്രതിസന്ധി. ഈ പുറത്തുള്ള വാർത്തയും ആരറിഞ്ഞിട്ടുണ്ട്? പൗലോസ് അറിഞ്ഞിട്ടുണ്ട്. തന്നെ കൊല്ലാൻ ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ കിടക്കുന്നത് കാരാഗ്രഹത്തില. അകത്താണെങ്കിലും അവസാനിക്കും, പുറത്തു പോയാലും അവസാനിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ? മുൻപോട്ട് പോകാൻ കഴിയാതെ എല്ലാ പ്രതികൂലങ്ങളും ഒരുമിച്ച് വന്ന് നിന്നെ വല്ലാതെ മൂടുന്ന അനുഭവങ്ങളില്ലേ? അതേ ഒരു അനുഭവമാണ് പൗലോസിനുണ്ടായത്. എന്നാൽ പുസ്തകം പറയുന്നു, ആ രാത്രി, ഏത് രാത്രി? നീ എന്നെ തകർക്കാൻ ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞ രാത്രി, നീ ഒറ്റപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന ആ രാത്രി, പുസ്തകം പറഞ്ഞു, ആ രാത്രി എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ എന്നെ റോമിൽ സാക്ഷീകരിക്കും എന്ന് പറഞ്ഞാൽ നീ ഇവിടെ അവസാനിക്കത്തില്ല, ഈ കാരാഗ്രഹത്തിനകത്ത് അവസാനിക്കത്തില്ല. ഈ ആളുകൾ ശപഥം ചെയ്തിരിക്കുന്നത് കൊണ്ട് യെരുശലേമിൽ നീ അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. അവിടെയും നീ അവസാനിക്കത്തില്ല. നിന്നെ അപ്പുറത്ത് കൊണ്ടുപോയി ശുശ്രൂഷിപ്പിക്കുവാൻ എനിക്ക് കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു പ്രതിസന്ധിയിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവൻ അവസാനിക്കില്ല. അതല്ലേ സംഭവിച്ചത്? കാരാഗ്രഹത്തിനകത്ത് അവൻ അവസാനിച്ചില്ല. ആ രാത്രി, എനിക്ക് ഇഷ്ടമാണ് ആ വാക്ക്, ആ രാത്രി. ഏത് രാത്രി? നീ ഭയന്നിരുന്ന രാത്രി, നീ വേദനയോടുകൂടെ ഇരുന്ന രാത്രി, മുൻപോട്ട് അങ്ങനെ പോകുമെന്ന് അറിയാതിരുന്ന രാത്രി, ആ രാത്രി, ഭയമുള്ള രാത്രി, ഇരുട്ടുള്ള രാത്രി, എന്റെ തമ്പുരാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നില്ലേ? ധൈര്യപ്പെടുത്തിയില്ലേ? ദൂത് പറഞ്ഞില്ലേ? അതിൻ പ്രകാരം നിന്നെ തിരിച്ച് റോമിലേക്ക് കൊണ്ടുപോയില്ലേ?
ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് മനസ്സിലാക്കുക. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരാടത്തും ഭയപ്പെടണ്ട. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ. പിന്നീട് നമ്മൾ കണ്ടു, അവൻ റോമിലേക്ക് യാത്രയാകുകയാണ്. 276 പേരടങ്ങിയ കപ്പൽ റോമിലേക്ക് പോകുമ്പോൾ വീണ്ടും പ്രതികൂലം. വീശിയടിക്കുന്ന കാറ്റ്, തള്ളിക്കയറുന്ന തിരമാല, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ. മരണത്തെ മുഖാമുഖം കണ്ട 275 പേർ. 14 പകൽ സൂര്യനെ കണ്ടില്ല, 14 രാത്രി ചന്ദ്രനെ കണ്ടില്ല. ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എല്ലാം എടുത്ത് പുറത്തു കളഞ്ഞു. വല്ലാതെ മരണഭയത്താൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന 275 പേരുടെ നടുവിൽ ഒരുവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, വാക്കറിയാമെന്നറിയാമോ, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായി എന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ നഷ്ടപ്പെടപ്പില്ല, നിന്റെ കൂടെയുള്ളവരും തകരത്തില്ല. ഏത് രാത്രി? കഴിഞ്ഞ രാത്രി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് വീശിയടിക്കുന്ന കാറ്റുള്ള രാത്രി, തള്ളിക്കയറുന്ന തിരുമാല വെളിപ്പെട്ട രാത്രി, മുങ്ങിപ്പോകുന്ന കപ്പലിനകത്തുള്ള ആ രാത്രി, സൂര്യനെയോ ചന്ദ്രനെയോ പ്രതീക്ഷയൊന്നും വെളിപ്പെടാത്ത രാത്രികളിൽ എന്റെ തമ്പുരാൻ ആ രാത്രി ഇറങ്ങി വരും. ആരുടെ അടുക്കൽ? ആ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ അടുക്കൽ, അതിനായി കൊതിക്കുന്നവന്റെ അടുക്കൽ. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ എനിക്ക് ആവേശം തരുന്ന ഒരു വാക്കുണ്ട്, 6-ാം അധ്യായം 1-ാം വാക്യം. ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ആ രാത്രി രാജാവിന് ഉറക്കം വരാകുകയാണ്. ദിനവൃത്താന്ത പുസ്തകം എടുത്തു എന്ന്. ഏത് രാത്രിയാണെന്നറിയാമോ? തന്റെ ഭക്തനായ മൊർദെഖായിക്കെതിരെ കഴുകുമരം ഒരുക്കിയ അതേ രാത്രി. ശത്രു നിനക്കെതിരായി പദ്ധതികൾ ഒരുക്കുന്ന അതേ രാത്രി. നിന്റെ അടുക്കൽ വരുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് രാത്രി? ഈ ദൂതേറ്റെടുത്ത ശക്തി പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ശത്രു വിധി എഴുതി അതേ രാത്രി എന്റെ തമ്പുരാൻ ഉറങ്ങത്തില്ല. അതാണ് സങ്കീർത്തനം പറഞ്ഞത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങില്ല, ഉറങ്ങില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ബലപ്പെട്, ശക്തിപ്പെട്. ഞാൻ നീയും പെന്തക്കോസ്തുകാരാണ്, അഭിഷേകമുള്ളവരാണ്. നീ പറയാതെ തീർന്നു, നടക്കത്തില്ല, സാധ്യമല്ല, തീർന്നു പോയി, എല്ലാം നകർന്ന് പറയാതെ, അത് ലോകമനുഷ്യന്റെ വാക്കാണ്. നീ നിറവുള്ളവനാണ്, നീ അഭിഷേകത്താൽ കവിഞ്ഞൊഴുകുന്നവനാണ്, ദൈവശക്തി വെളിപ്പെടുത്തേണ്ടവനാണ്, സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമ്പത്തും അവകാശിയായിട്ടുള്ളവനാണ്, യേശു ഉള്ളവനാണെന്ന്. ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ദിനവൃത്താന്ത പുസ്തകം എടുത്തു. ആ രാത്രി മൊർദെഖായിയെ, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, പ്രമാണത്തിൽ നിൽക്കുന്ന മൊർദെഖായിയെ, നിനക്ക് വേണ്ടി ആ രാത്രി ഇറങ്ങി വരുവന്റെ ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരെ നോക്കൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്കെതിരെ നിന്റെ രേഖ അവസാനമെന്ന് ചിന്തിച്ച ആ രേഖയുള്ള ആ രാത്രി ഉണ്ടല്ലോ, നിനക്കെതിരെ കഴുകുമരം ഒരുക്കിയ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞങ്ങളോട് ഊത് വിളിച്ചു പറയുകയാ. ഭാരപ്പെടണ്ട. ഈ രാത്രി കഴിഞ്ഞാൽ തൂക്കുമരമാണെന്ന്, കഴുകുമരമാണെന്ന് ഓർത്ത് ചിന്തിച്ച് നീ ഭാരപ്പെടാതെ, ഈ രാത്രി കഴിഞ്ഞാൽ എന്റെ അവസാനമാണെന്ന് ചിന്തിച്ച് ഭാരപ്പെടാതെ, അവസാന നിമിഷങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് നിനക്കെതിരെയുള്ള കഴുകുമരത്തെ രാജകീയ രഥമാക്കി മാറ്റി നിന്നെ മാനിക്കുവാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ് നിന്റെ ദൈവം. ആ രാത്രി പുറപ്പാട് പുസ്തകം 14:19-21 വായിക്കുമ്പോൾ, ആ രാത്രി മുഴുവനും മിസ്രൈമ്യ സൈന്യവും ഇസ്രായേൽ സൈന്യവും അടുത്തു വരാത്ത വിധം എന്റെ ദൈവങ്ങളുടെ മധ്യേ നിന്നു. പറവൻ ദാ പിടിച്ചു എന്ന് പറഞ്ഞ് കൈനീട്ടിയ ആ രാത്രി, മുൻപോട്ട് പോകാൻ കഴിയാതെ ചെങ്കടൽ വിരിഞ്ഞൊഴുകി മാറിയ ആ രാത്രി, നിന്നെ തൊടാൻ അനുവദിക്കാതെ മിസ്രൈമ്യ സൈന്യത്തിനും ഇസ്രായേലിനും നടുവിൽ നിൽക്കുന്ന ദൈവത്തെ ആ രാത്രി കാണാം. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി വാക്കുകൾ ദൈവാത്മാവിൽ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. സമയം മുൻപിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്കറിയാം, ഒരുത്തൻ ബേത്ലഹേമിൽ നിന്ന്, അപ്പത്തിന്റെ നാട്ടിൽ നിന്ന്
യെരിഹോവിലേക്ക് യാത്ര ചെയ്തു. വഴിമധ്യേ കള്ളന്മാർ പിടിച്ചു അവനെ അടിച്ചു മുറിവേൽപ്പിച്ച് അവന്റെ വസ്ത്രം എടുത്തുകൊണ്ട് അവന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് പോയി അവനെ വഴിയിൽ അർത്ഥപ്രാണനായി രക്തം ഒഴുകുന്നവനായി ഉപേക്ഷിച്ചു പോയ ആ രാത്രി ഉണ്ടല്ലോ, പലരും നിന്നെ കണ്ട് മാറിപ്പോയ ആ രാത്രി, നിന്റെ സ്വപ്നങ്ങൾ തകർന്ന ആ രാത്രി, ആ മനുഷ്യന്റെ രാത്രിയെ കുറിച്ച് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രാത്രി മുഴുവൻ സത്രത്തിൽ അവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നേരം പുലർന്നിട്ടാണ് അവൻ നിന്നെ വിട്ടുപോയത്. നിന്നെ എടുത്തവൻ, നിന്റെ മുറിവുകളെ കഴുകിയവൻ, അതിൽ എണ്ണ വെച്ച് കെട്ടിയവൻ, നിനക്ക് കുടിക്കാൻ വീഞ്ഞു തന്നവൻ നിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ രാത്രി ഉണ്ടല്ലോ, ഭയപ്പെടുത്തിയ ആ രാത്രി, നിന്റെ സ്വപ്നങ്ങൾ തകർന്ന രാത്രി, വേദനിച്ച ആ രാത്രി ഉണ്ടല്ലോ, നിന്നെ എടുത്ത് അടുത്ത സത്രത്തിൽ കൊണ്ടുപോയി നിന്റെ കൂടെ ഇരുന്ന ആ ശമരിയക്കാരനെ നിനക്കറിയാമോ? അവനാണ് നിന്നെ സ്നേഹിച്ചവൻ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ സ്വയശോധനയ്ക്ക് വേണ്ടി ഈ വചനം എടുക്കും? ഇന്ന് രാത്രി ഒന്ന് സ്വയം ശോധന ചെയ്ത്, പലപ്പോഴും നമ്മുടെ നിസാരമായ വിഷയത്തിൽ നമ്മൾ തീർന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ തലകുനിച്ച് താടിക്ക് കൈകൊടുത്തിരുന്നിട്ടില്ലേ? നെഗറ്റീവ് വാക്കുകൾ ഒത്തിരി പറഞ്ഞില്ലേ നമ്മള്? ഓർക്കുക, അത് ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവന്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറെ കാലമായി പെന്തക്കോസിന് പറ്റിയ വാക്കുകളെല്ലാം നെഗറ്റീവായിരുന്നു. പഴയ തലമുറയെ പോലെ ഭൗതികമായി ഒന്നുമില്ലെങ്കിലും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ് ജീവിത ശൈലിയാക്കി മാറ്റിയ ചരിത്രം നമുക്കിന്ന് കേൾക്കാനില്ല. എന്നാൽ തിരിച്ചുവാ, മടങ്ങുവാ. തീർന്നു, നടക്കത്തില്ല, ഒക്കത്തില്ല, പറ്റത്തില്ല, എല്ലാം പോയി, എന്നെ കൊണ്ട് പോയി, ഇങ്ങനെയുള്ള വാക്കുകളെയൊക്കെ തൂത്ത് കളഞ്ഞേച്ച് പുതിയ നിയമത്തിന്റെ അനുഗ്രഹത്തിന്റെ അധികാരത്തിന്റെ നിറവിന്റെ അഭിഷേകത്തിന്റെ ദൈവശക്തിയുടെ ആ സാന്നിധ്യത്തിന്റെ വാക്കുകൾ വിളിച്ചു പറ. എന്താ വിളിച്ചു പറയേണ്ടത്? കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്റെ സന്തോഷം അവിടെയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാ, അവന്റെ കൂടെ നടക്കുമ്പോഴാ. ഞാൻ അവനെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതു ഭാഗത്തുള്ളതോട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു. അവന്റെ സ്തുതി മാത്രം എന്റെ നാവിന്മേൽ എപ്പോഴും ഇരിക്കും. അന്യദേവന്മാരുടെ നാമം എന്റെ നാവിന്മേൽ ഞാൻ എടുക്കില്ല. മറ്റുള്ളത് എന്റെ വിഷയമല്ല. ജീവിതത്തിലെ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്ത് ദൈവങ്ങൾ എന്ന് പറയുന്ന ബാക്കിയുള്ളവരെല്ലാം വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രതികൂലം ഒരു മനുഷ്യന് വന്നാൽ, പ്രശ്നം ഒരു മനുഷ്യന് വന്നാൽ, രോഗം വന്നാൽ അവൻ ദൈവം ഇരിക്കുന്ന ഇടത്തേക്ക് പോകണം. എന്നാൽ ഈ ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവൻ വരും. ഈ ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, കണ്ണുകളെ അടയ്ക്കാൻ സമയം മുൻപോട്ട് പോയല്ലോ. ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? അവൻ എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും? കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു പുരോഹിതൻ പാടിയതാണ്. ക്യാൻസർ വന്നപ്പോൾ പാടിയ പാട്ടാണ്. ആ മനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പെന്തക്കോസുകാർക്ക് പാടാൻ പറ്റുന്നില്ല. സ്വയശോധനയ്ക്ക് തയ്യാറാക, പാട്. ഞാൻ വീണാലും എന്നെ എടുക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറ. നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞതുപോലെ, അമ്മച്ചിമാര് പറഞ്ഞതുപോലെ, പഴയ നമ്മുടെ പിതാക്കന്മാർ, മാതാപിതാക്കന്മാർ പറഞ്ഞതുപോലെ പറ. ലോകത്ത് ഞങ്ങൾക്കൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ കൊതിക്കുന്നുണ്ട് എന്നെ കേൾക്ക് ദൈവത്തിന്റെ പൈതലേ? എത്ര പേർ കൊതിക്കുന്നുണ്ട് ദൈവസാന്നിധ്യം? അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ശക്തി, അവനാണ് നമ്മുടെ സങ്കേതം, അവനാണ് നമ്മുടെ കോട്ട. കണ്ണുകളുടെയൊക്കെ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഈ വചനം നിങ്ങളുടെ ഇടപെട്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ആ കരത്തിൽ പിടിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. ഞാൻ അവന്റെ പ്രതിനിധിയായിട്ടാണ്, അവന്റെ ദാസനായിട്ടാണ്, അവന്റെ വേലക്കാരനായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒരു കഴുതയെ പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കാൾ വലിയവനല്ല, വെറും സാധാരണക്കാരനാണ്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അനുഭവം അതാണ്. എനിക്കറിയാം, കരം ഉയർത്തുന്നവന്റെ മേൽ അവൻ കരം പിടിക്കും. ആ കരം മുറിവേറ്റ കരമാണ്, ആണിപ്പഴുതുള്ള കരമാണ്. ആ കരം തൊട്ടാൽ ശക്തി വെളിപ്പെടും. ആ കരം തൊട്ടാൽ നിനക്ക് രോഗം മാറും. ആ കരം തൊട്ടാൽ നിന്റെ തേജസ്, നിന്റെ തൊക്ക് തേജസ്സായി മാറും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ആ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങ് അസാധ്യങ്ങളുടെ സാധ്യമാക്കുന്ന ദൈവമാണ്. അങ്ങേ കർത്താവെ കരമുയർത്തി സമർപ്പിക്കുന്ന ഈ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് 24 മണിക്കൂറും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ നീയാണെന്നുള്ള ബോധ്യം വെളിപ്പെടുത്തണം. ദൈവശബ്ദം കേൾക്കുവാൻ തക്കണം. ആ കരത്തിന്റെ സ്പർശനം അവരുടെ മേൽ വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ തലമുറ അഭിഷേകത്തിന്റെ നിറവിന്റെ കർത്താവെ ദൈവശക്തിയുടെ പ്രദർശനശാലകളായി മാറുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ ജനത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. ഞാൻ അവരെ അനുഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രയലനെ അനുഗ്രഹിക്കുന്നു. അതിൽ ഭാഗവാക്കാക്കുന്ന പ്രാർത്ഥിക്കാൻ കയറുന്ന കർത്താവെ, ദൈവജനം കേൾക്കാൻ കയറുന്ന, ദൈവജനം ശുശ്രൂഷിക്കാൻ കയറുന്ന, ലീഡ് ചെയ്യാൻ കയറുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പ്രയർ ലൈനായി കൂട്ടമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ സോഷ്യൽ മീഡിയയുടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട്, കൃപാവരങ്ങൾ കൊണ്ട്, ദൈവശക്തി കൊണ്ട്, ദൈവിക അനുഗ്രഹങ്ങളുണ്ട്, ദൈവ മഹത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.